ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് വരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഈ പറയുന്ന ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഇഷ്യൂ, അത് നിങ്ങളെല്ലാവരും അറിഞ്ഞതാണല്ലോ. അത് എന്താണ് എന്നുള്ളത്, എ ടു ഇസഡ് കാര്യം എന്താണ്, ആ പെൺകുട്ടിയെ കാണുന്നിടം മുതൽ ഈ പീഡനം ഉൾപ്പെടെ നടന്ന് അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് എല്ലാം മനസ്സിലാകും. ആ തരത്തിലേക്കാണ് ഈ വീഡിയോ നമ്മുടെ സായിയുടെ ചാനലിലൂടെ സായി പങ്കുവച്ചിരിക്കുന്നത്. അത് എൻ്റെ പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. അപ്പോൾ ഒരാൾ ചെയ്ത വീഡിയോ എടുത്ത് ചെയ്യാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ കമൻറ്റ് ഇടുന്നവർക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ഇതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞപ്പം ഈ പുള്ളിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി ഇടുക. അവസാനം വരെ കേൾക്കുക. എ ടു ഇസഡ് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം, ഇതുപോലുള്ള പൊയ് മുഖങ്ങളെ തിരിച്ചറിയണം. നമ്മൾ കേട്ടാൽ ഒരു പക്ഷേ അതിശയം തോന്നുന്ന തരത്തിലുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നതൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നിഗൂഢതകളുണ്ടെന്ന് ഇത് ഫുള്ള് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാം മറന്നീക്കി പോലീസ് പുറത്ത് കൊണ്ടുവരട്ടെ. അതുവരെ അതിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇപ്പം ഈ അമ്മപ്പാസൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഇവന്റെ വൈറൽ കണ്ടന്റുകൾ, പല വേദികളിലും മോട്ടിവേഷൻ ചെലുത്താൻ പോകുന്ന സമയത്ത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന കാര്യങ്ങൾ, ഇതൊന്നും അല്ല ഇതിന്റെ റിയാലിറ്റി. അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തിരിഞ്ഞു നോക്കാത്തൊരു ഒരു ഒരു സൈഡാണ് ഇവന്റെ ലൈഫിൽ. അതൊക്കെ വേറെ കഥ. അത് അങ്ങനത്തെ കഥകളും. പിന്നെ ഈ 16 വയസ്സുകാരിയുടെ ഈ വിഷയത്തിൽ ഇവൻ അമ്മയെ ഉപയോഗിക്കലൊക്കെ ഉണ്ട്. ആൻഡ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നു ആൾക്കാർ, ഇവൻ്റെ വീട്ടിലുള്ള സ്ത്രീകളോടൊന്ന് ചോദിച്ചു നോക്കണം അതിലെത്ര വരെ ഇവൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത്. ഞാൻ പച്ചയ്ക്ക് ഞാൻ പറയുകയാണ്, അങ്ങനത്തെ വിത്താണ് ഇവൻ. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ അത്രയും അടുത്തറിയാവുന്ന, എനിക്ക് അത്രയും ക്രെഡിബിൾ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ കേട്ടതാണ്. നമസ്കാരം സായി ബ്രോ, ഞാൻ നിങ്ങളുടെ കണ്ടു വീഡിയോ. മേൽപ്പറഞ്ഞ ആളെ കുറിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. അയാള് സെക്ഷുവലി അബ്യൂസ് ചെയ്ത 2-3 കഥകൾ എനിക്കറിയാം. കാരണം എനിക്ക് അദ്ദേഹത്തെ കുറെ മുമ്പേ അറിയാം. അതുകൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം 2010 ഒരു ഹോമോസെക്ഷൽ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ കഥ മഞ്ചേരി ഭാഗത്തുള്ള ചില ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാം. 2010-11 കാലത്തിലാണത്. അതിനുശേഷം പിന്നീട് അറിയുന്ന കഥ എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷം ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ ഇയാള് വിവാഹ വാഗ്ദാനം നൽകി, 2 മക്കളുണ്ട്, നിരന്തരം പീഡിപ്പിച്ചു. അവർ നല്ല റെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന, നല്ല പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവസാനം ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തല്ലി പിരിഞ്ഞ് 10 ലക്ഷത്തിൽ പല രൂപയാണ് ഈ പെണ്ണിൽ നിന്ന് ഇയാൾ തട്ടിയെടുത്ത്. അതിൽ 6 ലക്ഷം രൂപ കൊടുത്തു, ഇനി 4 ലക്ഷം രൂപ കൊടുക്കാൻ അങ്ങനത്തെ ഇടപാട് ഇവരുണ്ട്. അവസാനം ബന്ധുക്കളൊക്കെ മദ്യം പറഞ്ഞ് ഭാര്യ ഇവരറിഞ്ഞ് ഭാര്യ പിണങ്ങിപ്പോയി. ഭാര്യ പിന്നെ ഇതിന്റെ പേരിൽ ഡിവോഴ്സ് വരെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുൽസിത പ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ എന്താ പറയാ, സോഷ്യൽ മീഡിയയിലെ ഈ സദാചാരവാദികളൊക്കെ ഉണ്ടല്ലോ, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇയാളെ കുറിച്ചുള്ള കഥകൾ എത്രയോ പേരെ ഇയാള് ഈ രീതിയിൽ അബ്യൂസ് ചെയ്തത് ഈ സ്ത്രീ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എന്താ പറയാ, കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയില്ലേ, കർമ്മ, അതാണ് സംഭവിച്ചത്. ഈ വരും കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. ഇതൊന്നല്ല, ഇയാൾ ചെയ്തത് ഒരുപാടുണ്ട്. ഇത്തരം പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴും. അതിപ്പോ ആളുകൾക്ക് അതൊന്നും വിശ്വസിക്കൂല. കാരണം ആളുകളുടെ മനസ്സിൽ ഇയാൾ വലിയൊരു മനക്കോട്ട കെട്ടിയിട്ടുണ്ട്, വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിങ്ങനെ അഴിഞ്ഞു വീഴുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുക, ദൈവമേ ഇയാൾ ഇത്രയും ഭീകരനായിരുന്നു. ഇയാൾ ശരിക്കും സെക്ഷൽ മാനിയാക്കാണ്. കേട്ടല്ലോ, ഇവന് കാനഡയിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, നഴ്സാണെന്നാണ് പറയുന്നത്. അവരൊക്കെ ഈ വീഡിയോ കണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുകയാണ്, ഇത് നിങ്ങൾ അവിടെ ഇരുന്ന് കാണുന്ന വിത്തല്ല. ഓക്കെ, ഇവനൊരു മോഡസ് ചെയ്യാൻ പറഞ്ഞുതരാം. അതിവിനയം കാണിച്ച് ഓവർ മോട്ടിവേഷൻ അലത്തി ചാരിറ്റി ചെയ്യുന്നതിൻ്റെ നന്മകൾ പറഞ്ഞ് പോലീസ് ജോലി ഇട്ടെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെയും കൺവിൻസ് ചെയ്ത് അവരുടെ അടുത്ത് കയറിക്കൂടും. ഓക്കെ, സ്ത്രീകളുടെ അടുത്ത് കയറിക്കൂടി അവരെ കൺവിൻസ് ചെയ്തൊരു വഴിക്കാക്കി അവരെ ശാരീരികവും അവരെ മോണിറ്ററി ബെനിഫിറ്റ്സിനും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഇവൻ അങ്ങോട്ട് തുടങ്ങുക. ഈ വോക്കൽ നിങ്ങൾ കേട്ടോ, ഈ വോക്കൽ കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാകും, അദ്ദേഹം എന്ന് പറയുന്നത്, ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി ഒരു രതി വൈകൃതമുള്ള ആളാണ്. അതായത് സ്വവർഗരതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കൊണ്ടു നടന്നിരുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, പണ്ട് 2010 കാലങ്ങളിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്രയും മോശമായ, ഇത്രയും തരം താഴ്ന്ന മൈൻഡുള്ള ഈ വ്യക്തിയൊക്കെയാണ് മോട്ടിവേഷന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള മോട്ടിവേഷൻ സ്പീക്കറുടെ വാക്കുകൾ കേൾക്കേണ്ടി വരുന്നത്? മക്കളെ കേൾക്കാൻ മാതാപിതാക്കളെ കേൾക്കാൻ മക്കൾക്കോ സമയമില്ലാത്ത കാലഘട്ടം, അല്ലെ ഉള്ളു തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാത്ത കാലഘട്ടം. അങ്ങനെയുള്ളിടത്ത് ഇതുപോലെയുള്ള ഫിലിപ്പന്മാർ തലപൊക്കും, ഇതുപോലുള്ള അനാശാസ്യങ്ങൾ കൊണ്ട് അരങ്ങ് വാഴും. അങ്ങനെ വാന്നില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതമുള്ളത്. കാര്യം നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പോക്ക് അത്തരത്തിലേക്കാണ്.
ഈ വീഡിയോക്കകത്ത് ഇനി അങ്ങോട്ട് കേൾക്കുന്ന പോഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഒരു മാതാപിതാക്കളും ചെയ്യാത്ത കാര്യങ്ങളാണ് ആ വീട്ടുകാർ ചെയ്തേക്കുന്നത്. ആ വീട്ടുകാർ ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. അത് നിങ്ങൾക്ക് വരുന്ന വോയിസ് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. നമുക്ക് ഇതിൻ്റെ ബാക്കി കേൾക്കാം. കുറച്ചധികം ഉണ്ട് ഈ വീഡിയോ, പക്ഷേ നിങ്ങൾ കേട്ട് നോക്കൂ. ഈ ഒരു സംഭവത്തിൻ്റെ നിജസ്ഥിതി കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് സായി. ആത്മഹത്യാ ഭീഷണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇവൻ മാത്രമല്ല, അമ്മേനെ കൊണ്ടുവരെ, ആ വയ്യാത്ത അമ്മേനെ കൊണ്ടുവരെ വെച്ച് പറയിപ്പിച്ച് ഇവൻ ഉണ്ടാക്കും. ഒരു പാറ്റേണാണ് ഇവൻ്റെത്. പിന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ആൺകുട്ടികളെയും എന്നുള്ളത് നിങ്ങൾ തന്നെ ഈ വോയിസിൽ കേട്ടാലേ നടന്നിട്ടുണ്ട്. ഇതിവിടെ ഒന്നും നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം വീട്ടിലെ സ്ത്രീകൾ വരെ സേഫ് ആണോ എന്നുള്ളതൊന്ന് പോലീസുകാർ ഇറങ്ങി തിരിച്ച് അന്വേഷിച്ചാൽ വിവരങ്ങൾ അറിയും. ഇനി ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് വെക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ വന്ന കേസ്, അതിൽ വിക്ടിം ഫസ്റ്റ് ആരെടുത്താണോ ഈ വിഷയങ്ങൾ സംസാരിച്ചത് അവരെനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഓക്കെ, അവരുടെ ഐഡൻറ്റിറ്റി, അവരാര് എന്ത് എന്നുള്ളതൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എനിക്കതൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. എഗെയിൻ ഞാൻ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഈ 16 വയസ്സുകാരിയുടെ വിഷയത്തിൽ പല സംശയങ്ങളും പലർക്കും ഉണ്ടാവും. അപ്പോൾ എന്താണ് വിഷയം എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. ഇവനെ പോലെയുള്ള പരനാറികളെ ദയവ് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഇവന് വേണ്ടി സംസാരിക്കാൻ വരുന്നവർ പലരും ഉണ്ടായിരിക്കും. അവരും നിങ്ങൾ ഉറപ്പിക്കുക ഇവനെപ്പോലെ എന്തെങ്കിലും കൂടെ ആയിപ്പുള്ളവർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവർ ദുബായിലായിരുന്നു. ഈ കുട്ടി ദുബായിലായിരുന്നു. ആ ദുബായിൽ ഈ കുട്ടിക്ക് കുറച്ച് മാനസികമായിട്ടുള്ള ഇഷ്യൂസ് അവിടുന്ന് ഫേസ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ അവിടുത്തെ ഒരു മെൻ്റൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക്. കുട്ടി നാട്ടിലേക്ക് എത്തുന്നു. ഫാമിലിയോട് കുട്ടിക്കൊരു ഹെൽപ്പ് വേണം. ഓക്കെ, കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. മെൻ്റലി അത്ര ഓക്കെ അല്ല, ഇല്ലാണ്. സോ ഒരു കൗൺസിലിംഗ് വേണം, ഒരു കൗൺസിലറെ കാണണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവൻ ഭയങ്കരമായിട്ട്, ഞാൻ ഇത് വേറൊരു കാര്യം പറയാം. മലപ്പുറം ഏരിയയിൽ ഞാൻ അന്വേഷിച്ച സമയത്ത് എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ അറിയോ, ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഒരു നോൺ മുസ്ലിമായി, ഇത് മതം വെച്ച് പറയുന്നില്ല, പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ പറയുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു കൗൺസിലർ. ഓക്കെ, ആ പേരിൽ ഇയാൾ ഭയങ്കര ഗ്രിപ്പാണ് ഇയാൾക്ക്. ബിക്കോസ് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം മതത്തിനെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും അതിലെ സൂക്തങ്ങളെക്കുറിച്ചും അങ്ങനെ കണ്ണടച്ച് പിടിച്ച് തള്ളി വിടുന്ന ഒരാളാണ്. ഓക്കെ, ഇതൊക്കെ പ്രിപ്പറേഷനാണ്. ഒരു കുടുംബത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് ഇടിച്ചു കയറാനുള്ള ഇവൻ്റെ ഓരോ ടൂളുകളാണ്. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പറഞ്ഞു വെച്ചൊരു സാധനം ഞാൻ ഇവിടെ ഇടാം. ഇപ്പോൾ ഇത് സംഘികൾ എടുത്തിട്ട് ട്രോളുന്നുണ്ട്. അപ്പോൾ ഖുറാൻ പഠിച്ചതുകൊണ്ടാണ് നീ എന്നുള്ള ഈ കേസിലേക്ക് പോയെന്നുള്ളത് ആ സംഗതിയല്ല. ബട്ട് ഇതിൻ്റെ രീതി വേറെ, ഇവൻ്റെ പാറ്റേൺ വേറെ, ഇവൻ്റെ മോഡസ് വേറെ. ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ഫാമിലീസിലേക്ക് ഒരു കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളൊരു ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ച് ഞാൻ പറയാം, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തൊരു ഹിന്ദുവോ ക്രിസ്ത്യനോ വന്നിരുന്നിട്ട് ആ റിലീജിയനെയും അതിൻ്റെ പുസ്തകങ്ങളൊക്കെ കുറിച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞ് അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് അക്സെപ്റ്റൻസി കൂട്ടുന്ന ഒരു തരം വളരെ കൺസർവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന കുറേ ഫാമിലികളുണ്ട്. മനസ്സിലായോ? ഇവൻ പറഞ്ഞു ഒന്ന് കേൾക്കണം. ഒരുപക്ഷെ ജീവിതം ഇങ്ങനെ ആയിത്തീരട്ടെ എന്ന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇന്ന് വായനയിലൂടെ വന്ന ചില അറിവുകളാണ് അതിനെ ഏറ്റവും കൂടുതൽ എന്നെ പ്രാപ്തനാക്കിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുറാനാണ്. പരിശുദ്ധ ഖുറാന്റെ ഈ 1666, 1614 സൂറത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിലൂടെ എല്ലാം പലപ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിന് മുഴുവൻ ഊർജ്ജം സംഭരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സംശീകരിച്ച വായനയുടെ ചില നിമിഷം. അടച്ചോനെയും ഖുറാനെയും പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കുന്ന കള്ളനായി, എന്തൊരവസ്ഥയാണ് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരെ അങ്ങനെ വിശ്വാസമായിരിക്കണം ഈ കുട്ടിയുടെ ഫാമിലി. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. സായി പറഞ്ഞത് 100% ശരിയാണ്. അതായത് ഇസ്ലാം മതത്തിൽ പെടാത്ത ഒരാൾ, അല്ലെങ്കിൽ ആ മതത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ഖുർആനെ കുറിച്ച് പറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്തെടുക്കും, ഈ മുസ്ലിങ്ങളായിട്ടുള്ളവർ ആ വ്യക്തി എന്തെടുക്കും, പൊക്കിക്കൊണ്ടുവരും. അവരെ വേദികളിൽ പങ്കിടാൻ വിളിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രഭാഷണങ്ങൾക്ക് വിളിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് മലപ്പുറത്ത് മാത്രമല്ല, ഈ കേരളം മുഴുവൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കുക അറിയാം, നമ്മുടെ PC ജോർജ്, പണ്ട് PC ജോർജ് ഇസ്ലാം മതത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയുമായിരുന്നു. അങ്ങനെ അയാൾ ആ സ്ഥലത്ത് നിന്ന് മുസ്ലിം വോട്ടുകളെല്ലാം നേടി വിജയിച്ച ശേഷം ഈ മുസ്ലിങ്ങളെ തന്നെ തിരിച്ചു പറഞ്ഞ ഒരു സംഭവം. അപ്പം അന്ന് മുസ്ലിങ്ങളെക്കുറിച്ച് ഖുർആനെക്കുറിച്ചൊക്കെ PC ജോർജ് പറഞ്ഞപ്പോൾ PC ജോർജിനെ എല്ലാവരും കൂടെ എടുത്ത് തലേ വെച്ചുകൊണ്ട് കിടന്നായിരുന്നു. നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു കഥ. അപ്പം അന്ന് തലേ വെച്ചുകൊണ്ട് കിടന്ന ആൾക്കാർ തന്നെ പിന്നെന്തോ എടുത്ത് താഴെയിട്ട്. അപ്പോൾ അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനെ അങ്ങോട്ട് പൊതുവേദിയിൽ അവതരിപ്പിച്ചാൽ പെട്ടെന്ന് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു കടന്നു കയറാൻ, അല്ലെങ്കിൽ അവരിലേക്ക് ഒരു സ്വാധീനം ചെലുത്താൻ ആർക്കും സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഫിലിപ്പിനെ പോലെ ഉള്ളവർ. അപ്പം ഇനിയെങ്കിലും ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ബാക്കിയൂടെ കേൾക്കാം, ആരും സ്കിപ്പ് അടിക്കല്ല, അവസാനം വരെ കേൾക്കണം. നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഒരു പാഠമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്തേക്ക് പറയുന്നത്. ബാക്കിയൂടെ കേട്ട് നോക്കുക. അങ്ങനെ ഇവൻ്റെ അടുത്തേക്കാണ് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ആൻഡ് ദ സാഡസ്റ്റ് പാർട്ട്, ഈ കുട്ടി ഇയാളെ വിശ്വസിക്കുകയാണ്. കാരണം ഫാമിലി കൊണ്ടുവന്നൊരു വ്യക്തിയാണല്ലോ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടി ആ കുട്ടിയുടെ ലൈഫിൽ ഇതുവരെ ആരോടും പറയാത്ത സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലംസ്, ആ കുട്ടി ഫേസ് ചെയ്ത അവസ്ഥകളൊക്കെ ഈ വ്യക്തിയോട് തുറന്നു പറയുകയാണ്.
ഓക്കെ, അത് അത്രയും വിശ്വസിച്ചിട്ടാണ് പറയുന്നത്. അത് ഇവൻ മുതലെടുക്കുന്നു. ഹെർ പാസ്റ്റ്, ഹെർ സീക്രറ്റ്സ്, ഇതൊക്കെ കയ്യിൽ കിട്ടിയ ഫിലിപ്പ് മമ്പാടിന് മനസ്സിലായി ഇതൊരു കൃത്യമായ ഇരയാണ്. യൂസ് ചെയ്താലും നാളുകളിൽ ഇവൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ കഥ ഉണ്ടാക്കാം, ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്താം, ഈ ഫാമിലിയെ ഭീഷണിപ്പെടുത്താം എന്ന് മനസ്സിലാക്കി ഇവൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു പോലീസ് ക്രിമിനൽ മൈൻഡുള്ളൊരു ഒരു മൃഗമുണ്ടല്ലോ, അതങ്ങോട്ട് റെഡിയായി. അങ്ങനെ ഈ കുട്ടിയുടെ പാസ്റ്റും സീക്രറ്റ്സും ഒക്കെ മനസ്സിലാക്കി ഇവൻ മെല്ലെ മെല്ലെ ഈ കുട്ടിയുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഈ കുട്ടിക്കൊരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ്, ബെറ്റർ കൺസിഡറേഷൻ കൊടുത്ത് ഈ കുട്ടിയെ ഇവൻ എന്ത് ചെയ്തെടുക്കാം, മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞ് ഒരു 2-3 സെഷൻസ് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയുടെ ഫാമിലിയെ ഇവൻ കൺവിൻസ് ചെയ്ത്, ഇതിനൊക്കെ പ്രൂഫുകളുണ്ട്, അതൊക്കെ പോലീസിന് ഇതിനൊക്കെ പ്രൂഫുകളുണ്ട്, കൺവിൻസ് ചെയ്ത് ഫാമിലിയെ പറഞ്ഞ് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടിയെ ഇവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് ബൈ ദ വേ ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ മകളില്ല, ഇവൻ്റെ ഭാര്യയില്ല, ഒരു മനുഷ്യനില്ല, ഇവൻ്റെ അമ്മയുണ്ട്, പിന്നെ ഏതൊക്കെയോ ഇവൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതും ഈ അമ്മയെ നോക്കുന്നതൊക്കെ മോസ്റ്റ് മെജോറിറ്റി ഇവൻ്റെ ഫ്രണ്ട്സും ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒക്കെയാണ്. അല്ലാതെ ഇവൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തള്ളുന്ന പോലെ ഇവൻ്റെ അമ്മയെ നോക്കിയിട്ടൊന്നുമില്ല. ഓക്കെ, അതൊക്കെ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ആളുകളെ കണ്ടു അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവൻ്റെ ഗിമിക്കുകൾ മാത്രമാണ്. ഓക്കെ, അങ്ങനെ ഇവൻ്റെ സർവൻറ്റും ഇവൻ്റെ അമ്മയും പിന്നെ 1-2 വന്നു പോകുന്ന ഇവൻ്റെ ഫ്രണ്ട്സുള്ള വീട്ടിലേക്ക് ഇവൻ്റെ ഈ കുട്ടിയെ കൊണ്ടുപോവാണ്. ഈ 16 വയസ്സുകാരി അവിടെ കൊണ്ടുപോകുന്നു, ഒറ്റയ്ക്ക് റൂം കൊടുക്കുന്നു, സ്വന്തം മകളെപ്പോലെ നോക്കുന്നു പറയുന്നു, മകൾ തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. അങ്ങനെ കുറച്ച് ദിവസം അവിടെ വീട്ടിൽ അന്ന് ആ പോയ ടൈമിലൊന്നും ഈ കുട്ടിക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവൻ അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റ് ചെയ്തിട്ടില്ല. അവനൊരു കൃത്യമായ അവസരം കാത്തിരിക്കുന്ന ഒരു കള്ള കഴിവേറിയായിരുന്നു. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു പറയും, സെപ്റ്റംബർ 3, 2025 സെപ്റ്റംബർ 3, 2025 ഈ കുട്ടിയോട് ഇവൻ വെർബലി ചോദിക്കുകയല്ലാതെ, ഇവൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ ആലോചിക്കണം, ഇവൻ്റെ പോലീസ് ബുദ്ധി, അതായത് ബുദ്ധി കൂടിയാണ്. ഇവൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കുന്നത്, അതായത് ഇവൻ എവിടേക്കാണ് പ്രോഗ്രാംസ് എഴുതി വെക്കുന്നത്, പ്രോഗ്രാം ഡയറിക്കകത്ത് ഒരു കാര്യം ഈ കുട്ടിക്ക് എഴുതി കാണിച്ചു കൊടുക്കുകയാണ്. 2 ദിവസം നീണ്ട യാത്ര ആണ്, പോരാൻ സമ്മതമുണ്ടെങ്കിൽ മാത്രം വരിക. അതായത് ഇയാളൊരു മോട്ടിവേഷൻ ക്ലാസ്സിന് പോവുകയാണ്, 2 ദിവസത്തെ യാത്രയാണ്, വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ, ഇയാൾ പോവാം, പിന്നെ അമ്മയും സർവൻറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അച്ഛനെപ്പോലെ വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു മകൾ എങ്ങനെ നിൽക്കുന്നു, ആ മൈൻഡ് സെറ്റിലേക്ക് കുട്ടി നിൽക്കുന്നത്. അച്ഛൻ തന്നെ വിളിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് പോരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടി ഓക്കെ മോട്ടിവേഷൻ ക്ലാസ്സിനാണല്ലോ, ഒരു ചേഞ്ചും കൂടി ആവുമല്ലോ, ഒന്ന് എന്നും ആ വീട്ടിൽ തന്നെ നിൽക്കുമല്ലോ. അങ്ങനെ കാസർഗോഡ് പോകുന്നു, കാഞ്ഞങ്ങാട് എത്തുന്നു. അവിടെ എത്തിയതിന് ശേഷം പ്രോഗ്രാമിന് പോകുന്നു, ആ പ്രോഗ്രാമിന് കയറുന്നു. ആ പ്രോഗ്രാമിന് കയറി പ്രോഗ്രാം അന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇയാൾക്ക് പിന്നെ ഒരു നെക്സ്റ്റ് ഡേ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നു. ആ സാഹചര്യത്തിൽ അവർക്ക് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ആ കുട്ടിയെയോ ഫിലിപ്പിനെയോ അല്ല കുറ്റം പറയുന്നത്, ഈ മാതാപിതാക്കളെയാണ്. ആര് ചെയ്യും സഹോദരങ്ങളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെയൊക്കെ പിള്ളേരെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കളെ 1-2 ദിവസം കൗൺസിൽ ചെയ്ത ഒരാളുടെ എടുക്കൽ, അല്ലെങ്കിൽ അയാളുടെ കൂടെ അയാളുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി, അതായത് അയാളുടെ ഭാര്യ പോലും അവിടെ ഇല്ല, പിണങ്ങി പോയേക്കാണ്, അയാളുടെ മക്കളില്ല, അവിടേക്ക് ഈ പെൺകൊച്ചിനെ 16 വയസ്സുള്ള പെൺകൊച്ചിനെ കൊണ്ടുപോയി വിടുകയാണ്. ഹോസ്പിറ്റലൊന്നും അല്ലല്ലോ അത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുകയാണ്. ഏത് മാതാപിതാക്കൾ ചെയ്യും? അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് ചെയ്തത് എന്നുള്ളത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പെണ്ണെങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു വളരാതിരിക്കുന്നത്? ഒരു പക്ഷേ അത്രയും കൺവിൻസ് ചെയ്ത് കാണാം കുടുംബത്തിന്. അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നോർമലി ഉള്ളൊരു ഫാമിലിയിൽപ്പെട്ട ഒരാൾ, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വന്ന ഒരാൾ, അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യാൻ വന്ന ഒരാൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞാൽ നമ്മൾ നിർത്തുമോ? ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയാൽ നമ്മൾ ആരെങ്കിലും ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കത്തില്ലയോ? ഇതിപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരും കൂട്ടില്ലാതെ ആ പെണ്ണിനെ ഒറ്റയ്ക്ക് അങ്ങ് പറഞ്ഞു വിട്ടത് എന്നുള്ളത് എനിക്കറിയാൻ പറ്റുന്നില്ല. ഈ മാതാപിതാക്കൾ എന്താ ചിന്തിച്ചതെന്നുള്ളത് എനിക്കറിയാൻ ഒക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കിയൂടെ കേൾക്കാം. ഒന്നില്ലെങ്കിൽ ഇന്ന് വീട്ടിൽ പോയി നാളെ വരണം, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ റൂം എടുത്ത് താമസിക്കണം. എക്സാക്ട് വേർഡ്സ് കോട്ട് ചെയ്ത് വെച്ചോ. ഇത് പറഞ്ഞ ആ കുട്ടിയോട് ഇയാൾ ഇത് കൺവിൻസ് ചെയ്യിക്കുന്നു, അതായത് ഇന്ന് ഇവിടെ നിൽക്കാം. ആൻഡ് ബൈ ദ വേ, ഈ കുട്ടിയെ ഇയാളുടെ വീട്ടിലേക്ക് വിട്ട സമയത്തും ഈ കുട്ടി ഇയാളുടെ വീട്ടിലുള്ള സമയത്തും ഫോണില്ല. കംപ്ലീറ്റ്ലി ഈ കുട്ടിയുടെ വീട്ടുകാരായിട്ടുള്ള ഡയറക്റ്റ് കോൺടാക്റ്റ് കട്ടാണ്. ഇവൻ ത്രൂ അല്ലെങ്കിൽ ഇവനിലൂടെയാണ് കോൺടാക്റ്റും ബാക്കി കാര്യങ്ങളും. ആൻഡ് ബൈ ദ വേ, ഇവൻ ഈ കുട്ടിയുടെ വീട്ടുകാരെ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് വീട്ടിൽ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവൻ അത് സമ്മതിച്ചില്ല. ഇവൻ അത് അറിയിക്കും എന്നുള്ള രീതിക്ക് ഇവനത് മാറ്റി. അങ്ങനെ ഹോട്ടൽ എടുക്കുന്നു, ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് പോയ സമയത്ത്, ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഒക്കെ പോലീസുകാർക്ക് അറിയാം, അവർ ഓൾറെഡി CCTV വിഷ്വൽസും പരിപാടികളൊക്കെ എടുത്ത് കാണും. കുട്ടി 18 വയസ്സിന് താഴെയാണ്. അപ്പോൾ ഇവനാണ് കയറി ചെല്ലുമ്പോഴത്തേക്ക് റൂം എടുത്ത് കൊടുക്കില്ല. അവിടെയാണ് ഇവൻ ഉപേക്ഷിച്ച VRS എടുത്ത് പിരിഞ്ഞ പോലീസിൻ്റെ ID കാർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ കൃത്യമായിട്ട് പോലീസിന് കിട്ടാവുന്ന വകുപ്പുള്ളൂ. ഫ്രണ്ട് ഡെസ്കിലുള്ള ആരോട് ചോദിച്ചാലും, അവിടെ അന്നേ ദിവസം എന്നുള്ള ആരോട് ചോദിച്ചാലും അറിയാം, ഈ കുട്ടി 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് കുട്ടിയുടെ ആധാർ കാർഡോ ID കാർഡോ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഇതുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം ഇവൻ എന്ത് ചെയ്തു, അച്ഛ എന്ന് വിളിക്കണം, ഫാദർ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടീനെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ച് പോലീസ് ID കാർഡ് എടുത്തിട്ട് അവിടെ കൊടുത്തു. ഈ
ഫ്രണ്ട് ഡെസ്കിൽ കൊടുത്തു റിസപ്ഷനിൽ. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ, അച്ഛൻ പോലീസ്, ഇത് മകള് ഡയറക്റ്റ് റൂം എടുക്കുന്നു, റൂമിൽ കയറി ചെല്ലുന്നു. 2 ബെഡാണ് റൂമിലുണ്ടായിരുന്നത്. ഓക്കെ, 2 സെപ്പറേറ്റ് ബെഡ്. അത് ഈ കുട്ടി ഉറങ്ങി താഴോട്ട് വീഴുമെന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി ഈ 2 ബെഡും അടുപ്പിച്ചിട്ട് അതിനുശേഷമാണ് ആ റൂമിൽ ഈ കുട്ടിയെ ഇവൻ അത്ര മോശമായിട്ട് ഉപയോഗിച്ചത്. ഉപയോഗിക്കാൻ ഈ കുട്ടിയുടെ ദേഹത്തേക്ക് ഇവൻ ഇടിച്ചു കയറുന്നതിന് മുമ്പ് ഇവൻ പറഞ്ഞു വെച്ചത് എന്താ അറിയും? ഇന്ന് വരുമ്പോൾ എന്നോടുള്ള ബഹുമാനം നാളെയും നമ്മൾ പോകുമ്പോഴും ഉണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 16 വയസ്സുള്ള കുട്ടി സ്വന്തം അച്ഛനായി കണ്ടു വന്ന ഒരാൾ, അച്ഛനെപ്പോലെ ആ കുട്ടീനെ ട്രീറ്റ് ചെയ്തൊരു മനുഷ്യൻ ഒറ്റയടിക്ക് ഫ്ലിപ്പാവുകയാണ്. ഒരു റൂമിലെത്തി ഒരു ബെഡിൽ നിന്ന് അങ്ങോട്ട് ഫ്ലിപ്പായി മാറുകയാണ്. ആ കുട്ടി എന്ത് ചെയ്യും? എന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത് ഏത്? ഇന്ന് വരുമ്പോൾ എന്നോടുള്ള ബഹുമാനം നാളെയും നമ്മൾ കാണുമ്പോൾ ഉണ്ടാക്കണം. ഒരു കുട്ടി തകർന്നു പോകാൻ അതുപോലെ. ആ പറയുന്ന രീതി, ഇപ്പം പോലീസുകാരനായിരുന്നു, പിന്നെ ഈ സൈക്കോളജി സാധനങ്ങളും അറിയുമായിരിക്കും, ഒക്കെ പഠിച്ചിട്ടാണല്ലോ പോലീസാവുന്നത്. പിന്നെ ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തൻ ചുമ്മാ ഞാനിപ്പോൾ ഈ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന പോലെ ആ കുട്ടിയോട് പറഞ്ഞിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അല്ല, അതൊക്കെ രീതി വേറെ ആയിരിക്കും. എനിക്കത് അഭിനയിച്ച് കാണിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. അതൊക്കെ ആ രീതിക്കാവും ആ കുട്ടിയെ പേടിപ്പിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും അത് പറഞ്ഞാൽ കുട്ടിയെ പേടിപ്പിക്കുന്നു, കുട്ടിയെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതവിടെ വാക്കുകളിലൂടെ ഡിസ്ക്രൈബ് ചെയ്തു തരാൻ നിങ്ങൾക്ക് പറ്റില്ല. അത്രയും മോശമായ രീതിയിൽ ഇവൻ്റെ രതിവൈകൃതങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവൻ ആ കുട്ടിയെ ഉപയോഗിച്ചു. അതിനുശേഷം ആ കുട്ടിക്ക് IPL മേടിച്ചു കൊടുക്കുന്നു. അത് മേടിച്ചു കൊടുത്തതിന് ശേഷവും ആ കുട്ടിയെ ഉപയോഗിക്കുന്നു. 1ഉം 2ഉം പ്രാവശ്യമല്ല. കുട്ടിയെ അവൻ്റെ ആവശ്യങ്ങൾക്ക് അത്രയും ഉപയോഗിക്കുന്നു. കുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മദ്യം കൊടുത്ത് വീണ്ടും കുട്ടിയെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഈ കുട്ടിയെ ഇവൻ നിരന്തരം ഉപയോഗിച്ചിട്ടാണ് അവിടുന്ന് തിരിച്ചവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്നതിന് ശേഷവും പലരോടും ഇത് പറയരുത് എന്നും വീട്ടിൽ പറയരുത് എന്നും പറഞ്ഞുള്ള ത്രട്ടണിങ്. അതുമാത്രമല്ല, വീട്ടിലെത്തിയതിനു ശേഷം നിരന്തരം ആളില്ലാത്തവ ഇവൻ്റെ റൂമിലേക്ക് കുട്ടിയെ വിളിക്കുന്ന ഒരു കാര്യം. അങ്ങനെ പല രീതിയിൽ വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഈ കുട്ടിയെ മാറ്റി ഈ കുട്ടി അവൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കുട്ടിയുടെ സ്വന്തം വീട്ടിലേക്ക് വന്ന സമയത്ത് ഇവന് കാര്യങ്ങൾ പേടി തുടങ്ങി. കാരണം ഇത് സ്വന്തം വീട്ടിൽ ഈ കുട്ടി പറയുമ്പോൾ പാടില്ലേ. ഈ കുട്ടി സ്വന്തം വീട്ടിൽ വരുന്നു, അടുത്തറിയാവുന്ന കുറച്ച് പേരോട് കാര്യങ്ങൾ പറയുന്നു. ഫാമിലിയോട്, അതായത് സ്വന്തം ഉപ്പ, ഉമ്മ, അങ്ങനത്തെ നമ്മളെ ഏറ്റവും ബ്ലഡ് റിലേഷൻ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരോട് ഈ കുട്ടി കാര്യങ്ങൾ ആദ്യം പറയുന്നില്ല. ഓക്കെ, അങ്ങനെ ലേറ്റർ ഓൺ ഇയാൾ വീണ്ടും ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴത്തേക്ക് കുറച്ച് ആളുകളോട് ഈ കുട്ടി കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഇയാൾക്ക് മനസ്സിലാവുകയതിന് ശേഷം ഇയാൾ തന്നെ സ്വന്തം അമ്മേനെയും വിളിച്ച് ഈ അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കുട്ടിയുടെ. ചെന്നിട്ട് അവിടെ വെച്ച് അപ്പോളജി പറയുകയാണ്. അമ്മേനെ കൂട്ടിയിട്ട് ഇവൻ്റെ ആ ഒരു സാധനം നിങ്ങൾ ആലോചിക്കണം, ആ ഒരു പോലീസ് ക്രിമിനൽ ബുദ്ധി ഇവൻ്റെ നിങ്ങൾ ആലോചിക്കണം. മിസ്റ്റേക്ക് സംഭവിച്ചു, കൺഫസ് ചെയ്തു, കുട്ടിയുടെ പാരൻസിന് മുന്നിൽ കൺഫസ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും ദിവസം അയ്യോ ഫിലിപ്പ് സാർ ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുന്നവരോടാ പറയുന്നത്. കുട്ടിയുടെ പാരൻസ് മുന്നിൽ ഇവൻ കൺഫസ് ചെയ്താണ്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ, എൻ്റെ അമ്മേനെയും കൂട്ടി പോയിട്ടാണ് ഈ കൺഫസ് ചെയ്തത്. അതിനുശേഷം ഈ കുട്ടിയുടെ പാരൻസിനെ നിരന്തരമായി ഫോളോ ചെയ്തിട്ട് ഇവൻ ആത്മഹത്യ ഭീഷണി നോക്കിയായിരുന്നു. ഇവൻ ഇനിയില്ല, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, തീർന്നു പോകും, തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഇവരെ. പിന്നെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഈ ഫിലിപ്പന്മാരെ പോലുള്ളവർ ഉയർന്നു വരാതിരിക്കുന്നത്? ഒരു 16 വയസ്സുള്ള പെങ്കൊച്ചിനെ ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ 2 ദിവസം കൗൺസിലിംഗ് കൊടുത്ത ഒരു വ്യക്തിയുടെ വീട്ടിൽ താമസിപ്പിക്കാൻ വിടുക, ആ പെൺകുട്ടിയുടെ ഈ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുക, അതിനുശേഷം ആ പെണ്ണിനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് മാതാപിതാക്കൾ അങ്ങ് പോകുക. ഈ ഫിലിപ്പിനെ പോലുള്ള രതി വൈകൃതമുള്ള മനുഷ്യന്മാർ പിന്നെന്താണ് ചെയ്യുന്നത്? തന്നെ ഒരു വീഡിയോ ഇയാൾ പറയുന്നുണ്ട്, 3 വർഷം കൊണ്ട് 70 ലക്ഷം രൂപ അദ്ദേഹം സമ്പാദിച്ചു, അല്ലെ 2 വർഷം കൊണ്ട് 70 ലക്ഷം രൂപ, ഒരു മാസത്തെ എൻ്റെ വരുമാനം 2.5 ലക്ഷം 3 ലക്ഷം രൂപയാണ്, അതായത് യൂട്യൂബിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്ക് കിട്ടുന്നതെന്ന് ഇദ്ദേഹം തന്നെ പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തേപ്പോണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കാശ് കിട്ടുന്ന ഇത്രയും പൈസ ഉള്ള തനിക്ക് കാമം തീർക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും അതിനുള്ള സൗകര്യമുള്ളിടത്ത് പോയാൽ പോരെ? ഇത് അതല്ല, ഇത് ഇവരുടെ ഒരു സൈക്കോ മൈൻഡാണ് ഇങ്ങനെയുള്ള. അന്നേരം ഇത് ഈ ഫിലിപ്പിൻ്റെ ആദ്യത്തേതോ 2ാമത്തേതോ 3ാമത്തേതോ ഒന്നുമല്ല. ഇതേ പാറ്റേൺ സ്വീകരിച്ച് ഇയാൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാണല്ലോ. ഇന്ന് അത് പിടി വീണു. ഈ പിടിച്ച പിടി ഇനിയുള്ള ഫിലിപ്പന്മാർക്കെല്ലാം ഒരു പാഠമായിരിക്കണം. അതുകൊണ്ട് അതിനുചിതമായ തരത്തിലുള്ള നടപടികൾ എടുക്കണമെന്നാണ് ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുടെ കേൾക്കാം നമുക്ക്. മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു. ഇമോഷണൽ ബ്ലാക്ക്മെയിൽസ് പലതും കാണിച്ചു. ഈ കുട്ടി ഓരോ ദിവസം ചെല്ലുന്തോറും ഈ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായുള്ള അവസ്ഥകൾ മോശമായി വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണ് ഈ കുട്ടി പോലീസിലേക്ക് ചെല്ലുന്നത്. ബാക്കി കൗൺസിലിംഗ് പരിപാടികളിലൂടെ പോലീസും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുന്നത്.
മനസ്സിലായി. സ്കൂൾ കൗൺസിലിംഗിൽ CWSയിൽ പറയുന്നു, അവിടുന്ന് കൗൺസിലറിങ് അത് ഏറ്റെടുത്ത് പോലീസ്, അങ്ങനെ ഇതിൻ്റെ നിയമവശങ്ങൾ, പിന്നെ അവിടുന്ന് അതാണ് നമ്മളറിയാം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. അതെനിക്ക് നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. കാരണം എന്താ പറയുക, ഇവനെപ്പോലുള്ള നന്മ മരങ്ങൾ കാണിച്ചു കൂട്ടിയ തെണ്ടിത്തരങ്ങൾ. ഞാൻ അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് ദിസ്. ഇനി പറയുന്നതിൽ ഭയങ്കരധികം സങ്കടമുണ്ട്. പക്ഷേ എന്താ, അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ആ സംഭവത്തിൽ, ഫിലിപ്പ് മമ്പാടിൻ്റെ സംഭവത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് A-Z ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും വലിയ പാഠം എന്താണ്? നമ്മളെ മക്കളെ നമ്മൾ തന്നെ കേൾക്കാൻ ശ്രമിക്കുക, നമ്മുടെ പാരൻസിനെ നമ്മൾ തന്നെ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറൊരു കൗൺസിലർക്കും വേറൊരു മോട്ടിവേഷൻ സ്പീക്കർക്കും സ്ഥാനമില്ല. അവരൊക്കെ വന്നാലും നമ്മളെ മക്കളെ നമ്മൾ നോക്കുന്ന പോലെ ആരും നോക്കത്തില്ല എന്നൊരു തിരിച്ചറിവ് രക്ഷിതാക്കൾക്ക് നല്ലതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് നടന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക് യു.